പൈലറ്റുമാരുടെ ശ്രദ്ധക്കുറവായിരുന്നു ഈ വിമാനം തകരുവാനുള്ള പ്രധാന കാരണം? അല്ല, അതുമാത്രമായിരുന്നില്ല. എയർഫ്ലോട്ടും എയർബസും പൈലറ്റുമാർക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കാതിരുന്നതും ഇങ്ങനൊരു അപകടം നടക്കുന്നതിലേക്ക് വഴിവെച്ചു. ഇത് വെറും ഒരു വിമാന ദുരന്തം മാത്രമായിരുന്നില്ല. ഒരു പിതാവിൻ്റെ ചെറിയ വിനോദം, ഒരു നിർഭാഗ്യകരമായ നേരത്തെ തിരിച്ചറിയാത്ത പിഴവിൻ്റെ വില, ഒരുപാട് കുടുംബങ്ങളുടെ തോരാത്ത കണ്ണീരിൻ്റെ കഥ. അതായിരുന്നു ഫ്ലൈറ്റ് 593. ഈ വിമാനാപകടത്തിന് ശേഷം ഇൻ്റർനാഷണൽ ഏവിയേഷൻ ലോസ് കർശനമായി മാറ്റപ്പെട്ടു. നോൺ ക്രൂ മെമ്പേഴ്സ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഫ്രം കോക്പിറ്റ് എന്ന ICAO നിയമം സുതാര്യമായി പ്രവർത്തിച്ചു. എയർബസ് 310ൻ്റെ ഓട്ടോ പൈലറ്റഡ് സിസ്റ്റത്തിൽ വാർണിംഗ് ആൻഡ് അലാം അപ്ഡേറ്റ് ചെയ്തു. ഇന്നും ഒരു തീരാ ദുഃഖമായി സൈബീരിയൻ മലനിരകളിലെ മഞ്ഞിനടിയിൽ എയ്റോഫ്ലോട്ട് 593.